السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് റമദാനിലെ ആദ്യത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് അങ്ങനെ നിങ്ങളൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിലും കാലാവസ്ഥയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അള്ളാഹിനോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, ആശ്വാസവും സമാധാനമൊക്കെ കിട്ടാൻ. ശരീരത്തിനും മനസ്സിനും അന്തരീക്ഷമൊക്കെ സുഖമായാലാണ് കാര്യങ്ങൾ ഒരു വൃത്തിമെടുപ്പിൽ നോമ്പെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പട്ടിണി കിടക്കൽ നടക്കും. പിന്നെ വൈകുന്നേരം ക്ഷീണിച്ച് കിടന്നിറങ്ങലൊക്കെയാണ് നടക്കുക. അപ്പൊ കുറച്ചും കൂടി നോമ്പിന്റെ ഒരു ടച്ച്, അതിന്റെ ഒരു എന്താ പറയാ മർമ്മം, ഇതിന്റെ റോഹ്, ജീവൻ നമുക്ക് കിട്ടണമെങ്കിൽ ശരീരവും മനസ്സുമൊക്കെ ഒരു പാകപ്പെട്ട അവസ്ഥയിൽ നിൽക്കണം. അതിൽ കാലാവസ്ഥയ്ക്ക് നിർണായകമായ പങ്കുണ്ട്. അള്ളാഹിനോട് പ്രത്യേകിച്ച് പറയുക, കാലാവസ്ഥ ചൂടായിക്കോട്ടെ, എന്നാലും നമ്മുടെ ശരീരത്തിന് തൗഫീഖ് കിട്ടണമല്ലോ. അപ്പൊ മനസ്സിനും ശരീരത്തിനൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹു ആ വിഷയത്തിലും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പെടുത്തുന്ന കാലാവസ്ഥാ മാറ്റങ്ങളൊക്കെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മനുഷ്യന്മാരുടെ സ്വഭാവം മാറുമ്പോൾ പ്രകൃതിയിലും വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്നെ മനുഷ്യനെ പരീക്ഷിക്കാനും പാഠം പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ലോകത്തുടനീളമുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് പോണില്ല, പറയാൻ വിചാരിച്ച വേറെ കാര്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ജനവിഭാഗമാണ് ഗസയിലെ ഹമാസ് എന്ന് പറയുന്ന സംഘം. ലോകത്തുടനീളം അങ്ങനെ മാർക്കറ്റ് കിട്ടിയ ഒരു ജനസമൂഹം വേറുണ്ടാവില്ല. നല്ലോണം എതിരാളികളുമുണ്ട്, ഭയങ്കരമായിട്ട് എതിരാളികളുണ്ട്. അത്ര തന്നെ ആവേശവും വീര്യവും സന്തോഷവും പകർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഗസയിലെ ആളുകൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയോടാണ് അവർ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും ശക്തി മാത്രമല്ല, കള്ളത്തരം, കാപട്യം, കുതന്ത്രം, കുരിശിത പ്രവർത്തനങ്ങൾ, ചതി, വഞ്ചന, ആ യുദ്ധത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊന്നും ഒരു മറയില്ലാതെ ചെയ്യുന്ന വിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ബേക്കലുള്ളത് അമേരിക്കയാണ്. ഈ അമേരിക്കയും ഇസ്രായേലും പിന്നെ പാശ്ചാത്യ ശക്തികളും നമ്മുടെ സംഘപരിവാരത്തെ പോലത്തെ വലതുപക്ഷ സംവിധാനങ്ങളൊക്കെ തന്നെ പിന്നിലുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ അണിനിരന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ആ ഒരു ചെറിയ പ്രദേശത്തെ തൊടാൻ ആർക്ക് സാധിച്ചിട്ടില്ല. കൊല്ലര കടന്നിട്ടുണ്ട്. 19,000 ആളുകളെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികൾ മുതൽ ഹമാസിന്റെ വലിയ നേതാക്കന്മാരുടെ അടക്കം നിഷ്ഠൂരമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു യുദ്ധം എന്നുള്ള രീതിയിൽ ഈ വൻശക്തികൾക്ക് ഒരിക്കലും അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു ചെറു വിഭാഗമായിട്ട് ഇവർ നിൽക്കുകയാണ്. കമ്മിൻ ഫിയത്തിന് ഖലീലത്തിനും വലബത്ത് ഫിയത്തിന് കസീറത്തിനും ഇതിനില്ല എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് താലൂത്തും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാലൂത്തും തമ്മിലുള്ള സംഘടനത്തൊക്കെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ശക്തിയെയാണ് ഈ ജനവിഭാഗം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതും പറയാനുള്ളൊരു കാരണം, ഈ ഇപ്പോ ഏറ്റവും അവസാനം ഇപ്പൊ അവര് ഇസ്രായേൽ അവരോട് കരാറ് ചെയ്തു. അതായത് യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഈ ഗസ നശിമുഷിയാക്കുക, അങ്ങനെ ഒരു സ്ഥലം തന്നെ ദുനിയാവില് ഉണ്ടാവില്ല. രണ്ടാമത്തത് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി ഉണ്ടാവില്ല. അതിനെ ഞങ്ങള് ക്ലീനാക്കി കളയും, മൊട്ടടിക്കണ മാതിരി, അറിയുന്ന മുടി കളയണ മാതിരി ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘത്തെ ഞങ്ങള് കൈകാര്യം ചെയ്യും. മൂന്നാമത് അവർ പറഞ്ഞത്, ഞങ്ങളുടെ അടുത്ത് പിടിച്ചുകൊണ്ടുപോയ ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ ധൈര്യത്തോടുകൂടി മോചിപ്പിച്ച് കൊണ്ടുവരും. അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് ഈ 3 ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ലോകത്തുടനീളമുള്ള യുദ്ധതന്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും രാഷ്ട്രീയ വിദഗ്ധന്മാരും ഒക്കെ ശരിക്കും നടന്നിട്ടില്ല. അവർ നിരാകരിക്കും, ഇല്ലാതെ ഈ പറഞ്ഞ ഹമാസിനോട് അവർക്ക് കരാറ് ചെയ്യേണ്ടി വന്നു. അവരുടെ ബന്ദികളെ ഹമാസ് വിട്ടുകൊടുത്താൽ മാത്രം. അതൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. ഈ മൊസാദിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈച്ച മാറിയാലും കാറ്റ മാറിയാലും അതുപോലെ തന്നെ ഞാനും നിങ്ങളൊക്കെ നടക്കുന്നത് എല്ലാ വിവരം അവർക്ക് കിട്ടുന്നു. എന്നിട്ട് പോലും ഈ ബന്ദികൾ എവിടെയാണ്, ഇന്ന് ലോകത്തെ ഒരു അപസർപ്പക സംഭവമാണ്, എവിടെയാണ് ഹമാസ് ബന്ദികളെ താമസിപ്പിച്ചത് എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ഹമാസാണ് വിട്ടുകൊടുക്കുമ്പോൾ ആളെ കിട്ടേണ്ടതെന്നല്ലാതെ ഇത്രയും രഹസ്യാന്വേഷണം അമേരിക്കയും ഇസ്രായേലും ഇത്രയോ സാറ്റലൈറ്റ് സംവിധാനങ്ങളും അടികൂടി മേലെ കൂടിയൊക്കെ സ്കാൻ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എല്ലാ വിവരവും ചോർത്തിയിട്ട് പോലും അതേപോലെ ചോർത്താനും ആളുകൾ വെച്ചിട്ടുണ്ട്. ഓരോ സംഘടനകൾക്കിടയിലും അടഞ്ഞും തുരന്നും ഒക്കെ കയറി വിലക്കെടുത്ത് പെണ്ണും കള്ളും ഒക്കെ കൊടുത്ത് ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പറയും, ആരാണ് ഇതിന്റെ നേതാവ്, എവിടെയാണ് ഇവർ വെച്ചിട്ടുള്ളത്? ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പണിയൊക്കെ നടത്തിയിട്ട് പോലും സ്വന്തം ബന്ദികൾ അവിടെ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഗസയെ
ഇങ്ങനെ മരുഭൂമിയാക്കിയ നശിപ്പിച്ച് 80% ബോളിവുഡ് സിനിമയിലൊക്കെ കണ്ട പോലെ വളരെ ഭീകരമായ രീതിയിൽ ബോംബ് വർഷം നടത്തിയ ആ പ്രദേശം തവിട് പൊടിയാക്കിയിട്ട് പോലും ഗസയിൽ നിന്ന് ഈ വിഭാഗത്തിനൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല, പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് നമ്മുടെ കങ്ങാടിയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ. പലരും നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, പല കുടുംബങ്ങളും ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കത്തുന്ന ടോർച്ച് പുതപ്പിട്ട് മൂടിയ പോലെ വെച്ചേക്കാണ്. ആരെങ്കിലും അറിഞ്ഞാൽ മോശമാണല്ലോ. പാപ്പാന്റെ ഉമ്മാന്റെയൊക്കെ നെഞ്ച് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മക്കള് 4 കാലം വരെ സമയം തെറ്റി വീട്ടിലേക്ക് വരുന്ന മക്കള്, സമയം തെറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ മക്കള്, അതുപോലെ തന്നെ ഒരു കൃത്യനിഷ്ഠതയും ഇല്ലാത്ത മക്കൾ. ഇതൊക്കെ നമ്മളെ വാപ്പാര് ശ്രദ്ധിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ മക്കൾക്കൊക്കെ കൃത്യമായ ടാർഗറ്റ് കൊടുക്കണം. ഇത്ര മണിക്ക് നിങ്ങൾ വീട്ടിലെത്തണം, ഇത്ര മണിക്ക് നിങ്ങൾ വീട്ടിലെത്തണം, ഈ എവിടേക്കാണ് പോണത് എന്നുള്ള അറിയിക്കണം, ആരാണ് എന്റെ കമ്പനി എന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൊക്കെ നമ്മൾ അഴയോടൊപ്പം കളി കളിച്ചാല് എന്ത് സംഭവിക്കാം. അതിന് മാത്രമുള്ള എല്ലാ സംവിധാനങ്ങളും പുറത്ത് കാത്തുക്കണം. ഇന്ത്യകളെ കുട്ടികളെ കെടിവെച്ച് കുടിവെച്ച് ആനയെ പിടിക്കണ മാതിരി കൊണ്ടുപോയിട്ട് വഷളാക്കാൻ പറ്റുന്ന എല്ലാ പണിയും അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പിടിക്കണില്ല. അതായത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്നെ പിടിക്കലുണ്ട്. സലീമുമ്പാടിനെ പിടിച്ച് പറഞ്ഞ പത്രത്തിൽ വരും, ഭയങ്കര സംഭവമാണ്. അപ്പൊ ആ പള്ളിയിലെ കത്തീബ് വരുന്ന ഉസ്താദാണ്, ആനയാണ് ചേനയാണ്. അപ്പോൾ ഇവിടുത്തെ വായിക്കണവർക്കൊക്കെ ബലൊക്കെ ഇങ്ങനെ തന്നെയാണ്, സമുദായം മൊത്തം അങ്ങനെയാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ നിർമ്മിതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം MDMഉം അതുപോലെ തന്നെ മയക്കുമരുന്നും പോക്സോ കേസും എന്നൊക്കെ വരുമ്പോൾ മുസ്ലിങ്ങളാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും ചാനലുകളും പത്രങ്ങളിലും ഒക്കെ നിറച്ച് അതിനെങ്ങനെ നന്നായിട്ട് ഫോളോ ചെയ്ത് അതിന്റെ എല്ലാ വിഷയങ്ങളും എരിവും പുളിയും മസാലയൊക്കെ കൂട്ടിയിട്ട് മീഡിയകൾ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഈ മുസ്ലിം ആണെങ്കിൽ അതിനെ നശിപ്പിക്കണം എന്നവര് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എവിടുന്ന് മയക്കുമരുന്ന് കിട്ടിയെന്നുള്ളത് ഒരിക്കലും എന്തല്ല, അവരെ കുറിച്ച് നിങ്ങൾ പറയാം. എനിക്കാരാണ് ഇത് തന്നത്, ആ തന്നോൻ ആരാണ് കൊടുത്തിട്ടുള്ളത്, ആ കൊടുത്താൻ ആരാണ് കൊടുത്തിട്ടുള്ളത്, ഇതായിട്ടൊരു ബന്ധപ്പെട്ട ഒരു വർത്തമാനവും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് സ്രോതസ് എവിടെയാണ്, തുടങ്ങുന്നത് എവിടെയാണ്, ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണങ്ങളും നടക്കുന്നില്ല, പിടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഗസയിലേക്ക് പോകുന്നത്. ഗസയിലെ ഈ യുദ്ധവിജയം ഹമാസ് നേടിയ സന്ദർഭത്തിൽ അവിടുത്തെ ഇസ്രായേലിലെ ഒരു പത്രമുണ്ട്, ഹാരറ്റ്സ് പത്രം. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പത്രമാണ്, മാർക്സിസ്റ്റ് പത്രമാണ്. യഹൂദന്മാരായ മാർക്സിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പത്രമാണ് ഹാരറ്റ്സ് എന്ന് പറയുന്നത്. ആ ഹാരറ്റ്സിൽ നല്ല ഒരു ലേഖനം വന്നിരുന്നു. ഈ ഇസ്രായേൽ ഫലസ്തീൻ ഗസയുടെ ഹമാസിന്റെ വിജയത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള വലിയൊരു ലേഖനം അവര് ഇസ്രായേലിലെ വലിയൊരു ബുദ്ധിജീവി എഴുതിയിട്ടുള്ള ലേഖനമായിരുന്നു. ആ ലേഖനത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ഗസയെ അഭിനന്ദിച്ചിട്ടും ഹമാസിനെ നന്നായിട്ട് ശ്ലാഘിച്ചിട്ടൊക്കെയാണ് അവർ ലേഖനം എഴുതിയിട്ടുള്ളത്. ഇവരെ പോലെ രാജ്യസ്നേഹികൾ വേറെ ലോകത്ത് എവിടെ ഉണ്ടാവില്ല. നമ്മുടെ യഹൂദന്മാർക്ക് ഏതാണെങ്കിലും അത്ര ഇവരുടെ അത്ര ദേശസ്നേഹമില്ല. കാരണം നമ്മുടെ നാട്ടിലേക്ക് 4 ഈറപടക്കങ്ങൾ വീണപ്പോഴേക്കും നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നാട് വിടാൻ വേണ്ടിയിട്ട് യഹൂദന്മാരുടെ നാട്ടിലേക്ക് ഹൂത്തികളോ അല്ലെങ്കിൽ ഹിസ്ബുള്ളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹമാസോ 4 അവരുണ്ടാക്കിയിട്ടുള്ള അല്ലറ ചില്ലറ മെയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ടെലവീവിലോ അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലോ ചെന്ന് വീടിനോടുകൂടി തന്നെ ചുണ്ടല് പായുടെ മാതിരി പായാണ് അവര് 4 ഭാഗം. എന്നിട്ട് അന്ന് മുതൽ അത്യാവശ്യം പോകാൻ കഴിയുന്ന യഹൂദന്മാരെക്കാളും വണ്ടി കയറിയിട്ടുണ്ട്. ഡ്യുവൽ ഇരട്ട പൗരത്തുള്ളവരാണ് യഹൂദന്മാരെ മിക്കവാറും. ഓരോ ഇസ്രായേലിലും നിൽക്കാം, വേറെ നാട്ടിലും നിൽക്കാം. നമുക്കൊക്കെ ഒരു പൗരത്തല്ലേ ഉള്ളൂ. ആ പൗരത്വം കൂടി റദ്ദ് ചെയ്യാനാണ് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 പൗരത്തുള്ള അത്യാവശ്യം കാശും യാത്രാ സൗകര്യമൊക്കെ ഉള്ളവരൊക്കെ ഇത് വരുമ്പോഴേക്കും എയർപോർട്ടിൽ വന്ന് കുത്തിത്തരാം. അവസാനം ഇസ്രായേൽ ബാൻ ചെയ്യാതെ വിടൂല, പോകാൻ പറ്റില്ല, ഇവിടെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണം. കാരണം ഇസ്രായേൽ ഉണ്ടാവില്ല ഇവരൊക്കെ കൂടി പോയാൽ പിന്നെ. അതുകൊണ്ട് ഇവര് തിരക്കാണെങ്കിൽ നിൽക്കാൻ ഭയങ്കര പേടി. അപ്പോ ഇദ്ദേഹം ഈ ബുദ്ധിജീവി പറയുന്നുണ്ട്, ഗസക്കാർ അഭിമാനകരമായ സംഘമാണ്. അവരൊരാളും എവിടേക്കും പോയിട്ടില്ല. ഒരു കിഴക്ക് ബോംബ് വീണാല് പടിഞ്ഞാട്ട് കടക്കും, പടിഞ്ഞാട്ട് ബോംബ് വീണാൽ തെക്ക് കടക്കും, തെക്കിലും ബോംബ് വീണാല് തെക്ക് പിന്നെ വടക്കോട്ട് കടക്കും, വടക്കിൽ വീണാൽ പിന്നെ ആദ്യം വീണാൽ പടിഞ്ഞാട്ട് തന്നെ പോകും. അങ്ങനെ ഗസയിൽ തന്നെ കടന്നിട്ട് കറങ്ങി വരുന്നവര്. അവരൊരിക്കലും പുറത്തേക്ക് പോകാൻ, അവരെ പുറത്താക്കണം എന്നിപ്പോ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോണം, ഞങ്ങൾ ഇവിടുന്ന് അയക്കാൻ പോകണം. നിങ്ങൾക്ക് ഈജിപ്തിലോ ജോർദാനിലോ ആ പൂതി നിങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി. അതിന് മറുപടിയൊക്കെ അവർ നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നത് ഇവര് അസാമാന്യമായ ജനതയാണ്, ഇവര് വളരെ മനോഹരമായിട്ടാണ് അവരെ കുട്ടികളെ അവര് കൊടുത്തു, നേതാക്കന്മാരെ കൊടുത്തു, എല്ലാവരെയും കൊടുത്തിട്ടാണ് ഇവർ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഇയാളിതിൽ പറയണ വേറൊരു വർത്താനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ലേഖനത്തിൽ അയാൾ ചെയ്ത 2ാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാല്, ഗസയെയും ഹമാസിനെയും തകർക്കാൻ വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ. ഒന്ന് മദ്യം, ലഹരി.
ഗസയിലെ ഹമാസിന്റെ ഫലസ്തീനിലെ യുവാക്കളെ കൗമാരത്തെ നശികുഷിയാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ അവരെ മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ സകല പണി നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. ചിലരെയൊക്കെ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ഹമാസ് അതിനെയും ചോർത്തു. അതുപോലെ തന്നെ രണ്ടാമത്തത് നിരീശ്വരവാദം. എന്തല്ല, എവിടെ പഠിച്ചോ, ഏത് മുഹമ്മദ് നബി, എന്ത് ഖുർആൻ, ഏത് സ്വർഗം, എന്ത് നരകം, ഇതൊക്കെ പറഞ്ഞിട്ട് തനി അനാർക്കിസം, രാഷ്ട്രീയവാദം, നിരീശ്വരവാദം, ഇതൊക്കെ ഗസയിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ റാഞ്ചിയെടുത്ത് അവരുടെ മനസ്സിലും മസ്തിഷ്കത്തിലും സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ വഷളാക്കാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദത്തിന്റെ ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിൽ നിങ്ങളൊന്നും എടുത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിപ്പോ കേരളത്തിൽ ഇപ്പോഴത്തെ പുതിയ വാർത്തകളും സംഭവങ്ങളും ഒക്കെ ഇതൊക്കെ ചേരുമ്പടി ചെയ്യുന്ന സാധനങ്ങളാണ്. മൂന്നാമത്തത് അശ്ലീലത, അനാശാസ്യത, നമ്മൾ നേരത്തെ പറഞ്ഞ ലൈംഗികത, കാമവികാരങ്ങള്, നഗ്നതാ പ്രദർശനങ്ങള്, ഇതൊക്കെ നടത്തിയിട്ട് ഇവരെ വീഴ്ത്താൻ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഹമാസിനെയും ഗസയെയും അതിന്റെ കൗമാരത്തെയും യുവാക്കളെയും വട്ടകർക്കാൻ വേണ്ടി. പക്ഷെ ഹമാസ് അദ്ദേഹം തന്നെ പറഞ്ഞത് തള്ളപ്പക്ഷി കുട്ടികളെ ചിറകിന്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നത് പോലെ പരമാവധി അതിന്റെ ചെറുപ്പക്കാരെയും അതിന്റെ കൗമാരത്തെയും വട്ടമിട്ട് പിടിച്ച് സംരക്ഷിച്ചു നിർത്തുകയാണ് അവർ ചെയ്തത്. ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഹമാസിനെ തുരത്താൻ ആഗ്രഹിക്കുന്ന അതേ സംഘങ്ങൾ മൊസാദ് ഇവിടെ ഉണ്ട്, മൊസാദിനെ പിന്തുണക്കുന്ന RSS ഇവിടെ ഉണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിൽ ഇടയാളന്മാരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. അവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയക്കുമരുന്നിന്റെ സ്രോതസ് കിട്ടുന്നില്ല. കരിയറയും വാങ്ങി ഉപയോഗിക്കുന്നവന് മാത്രമേ പിടിക്കണുള്ളൂ. ഉപയോഗിക്കണം എന്തും കിട്ടുന്നുണ്ട്, എനിക്ക് കൊടുക്കുന്നവരും ഒന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അവിടേക്ക് അത് എത്തിക്കണം. ഭീകരവാദം തീവ്രവാദമൊക്കെ നിരന്ന് വേട്ടയാടുന്ന ഈ സംഘം ഒരിക്കലും എന്ത് ചെയ്യണില്ല, മയക്കുമരുന്ന് വരുന്ന കേന്ദ്രങ്ങളിൽ ഓട്ടയടക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ട് പേടിക്കണം. കേരളത്തിലുള്ള മലപ്പുറത്തിലുള്ള ഈ ചെറുപ്പക്കാരെ കൗമാരത്തെ അധികാരവും സർക്കാരും സംഘപരിവാരവും ഒക്കെ ചേർന്ന് തന്നെ നിരീശ്വരവാദം, നിർമ്മതവാദം, ലഹരി ഇത്തരം കുഴികളിൽ ചാടിച്ച് ഒന്നിനും കൊള്ളാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ജാഗരൂകരാകുക, നല്ല ശ്രദ്ധ കൊടുക്കുക. എല്ലാവരും അവസാനം ഇന്നിപ്പോ ഒരു ഇതിൽ വന്നത് തറാവിസ്കരിക്കാനെന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ പോരുണ്ടെങ്കിൽ പള്ളിയിൽ എത്തിക്കണോ നിങ്ങൾ ഒപ്പിക്കുന്നത് നല്ലതാണ്. കരയുന്നൊക്കെ കുട്ടികൾ പോലും 14 വയസ്സ് 15 വയസ്സ് 16 വയസ്സ് 17 വയസ്സൊക്കെ ഉള്ളവരെ പള്ളിയിൽ. അപ്പൊ ഏത് കമ്പനിയിലാണ് അവനെ പോരുന്നത്, ഒരു പള്ളിയിൽ എത്തിയിട്ടുണ്ടോന്ന് പോലും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പാരന്മാരൊക്കെ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. നിങ്ങൾ ആൺകുട്ടിയും മറ്റുള്ള ഫോണ് വിളിക്കുമ്പോൾ ഓളുണ്ട് ഇറങ്ങിപ്പോരാണ് പ്രസ്ഥാനം, ഇറങ്ങിപ്പോരാണ് ഗേൾ ഫ്രണ്ട് വിളിക്കുകയാണ്, ഇറങ്ങിപ്പോരാണ് ഓനെ. അപ്പൊ എവിടേക്കാണ് ഈ പോണത്, ആരാണ് ഈ വിളിക്കുന്നത്, എവിടേക്കാണ് ഇവര് കൂടുന്നത്? അപ്പൊ തറാവീഹ് മുതൽ സ്കൂളിലേക്കും കോളേജിലേക്കും പീടികയിലേക്കും പോകുന്നവനടക്കം പലതും പറഞ്ഞു. വാപ്പ ഉമ്മ രണ്ടാമത്തെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണരെ എണ്ണ വിളിച്ച് അള്ളാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നന്നായിട്ട് പ്രാർത്ഥിച്ചോളി മക്കൾക്ക് വേണ്ടി. ഈ റമദാൻ നിങ്ങളെ കുട്ടികളെ ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയിലും വെടിപ്പിനും കിട്ടാൻ എന്റെ കുട്ടികളെ നന്നാക്കണം. കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കി എന്റെ മക്കളെ വളർത്തി തരണം. എനിക്കിനി അവരെ കാക്കാൻ നീയല്ലാതെ ഒരു വഴിയില്ലാന്ന് പറഞ്ഞ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് സ്കൂളോ കോളേജോ അങ്ങാടിയോ ഗവൺമെന്റോ പോലീസോ ഉണ്ട്. ഇതൊക്കെ പൊറാട്ട നാടകങ്ങളാണ്, അപകടകരമായ പൊറാട്ട നാടകങ്ങളാണ്. സത്യസന്ധതയില്ലാത്ത അകത്തളങ്ങളിൽ എല്ലാ ജീർണതയും കൊണ്ടുവന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും മറുഭാഗത്ത് വളരെ നല്ല ജാഗ്രത നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പുലർത്തുകയും ചെയ്താൽ ചിലപ്പോ നമ്മുടെ കുട്ടികളൊക്കെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കൈകളിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ വളർത്തപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. ഈ റമദാനിൽ അള്ളാഹുവിനോടും നമ്മുടെ കുട്ടികളെയും ഖുർആന്, നമസ്കാരം, നല്ല ചർച്ചകൾ, നല്ല സംവിധാനങ്ങൾ, നല്ല ഗാങ്ങുകൾ ഇതിലൊക്കെ കൂട്ടുചേർത്ത് അവരെ പരമാവധി നല്ല വലകൾ, നല്ല സെറ്റുകളിൽ അണിചേർക്കാനൊക്കെയുള്ള ജാഗ്രതയും ശ്രദ്ധയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു കൂടി നമ്മളെ സഹായിക്കുന്ന ഒരു മാസമാണിത്. ആ അർത്ഥത്തിൽ നമ്മുടെ മക്കളെയും കുടുംബത്തിനുമൊക്കെ നല്ല പരിഗണനയും പരിലാളനയും നൽകി പരിരക്ഷിക്കാനുള്ള പ്രാർത്ഥനകളും ശ്രമങ്ങളും നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവണം. അള്ളാഹു നമ്മുടെ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മക്കളായി അവരെ വളർത്തിക്കൊണ്ടുവരാം. നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹു പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകുന്ന മക്കളായി നമ്മുടെ മക്കളെയും നമ്മുടെ ഇന്നകളെയും കരുണാവാരി അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധ റമദാനിനെ ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കാൻ എല്ലാ വഴികളും കാലാവസ്ഥയിലും ശരീരത്തിലും മനസ്സിലും ഒക്കെ ഞങ്ങൾക്ക് തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം എന്ന് പറയാൻ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. السلام عليكم ورحمه الله وبركاته.